അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ പലപ്പോഴും ഖുർആൻ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. റമദാൻ കാലത്തും എല്ലാ സമയത്തൊക്കെ ഖുർആൻ ഓതാറുണ്ട്. പലപ്പോഴും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഖുർആനിൽ എന്തുണ്ട് ഓതാൻ നമുക്ക് ഫോണിൽ കിട്ടും, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോണിലും ആപ്പിൾ ഫോണിലൊക്കെ വളരെ സൗകര്യപ്രദമായ പല ആപ്പുകളുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ കുറച്ച് നമുക്ക് ഉപകാരപ്പെടുന്നുള്ളൊരു ആപ്പാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ ഒരു ആപ്പിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഖുർആൻ വേർഡ് ബൈ വേർഡ് എന്നാണ്. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാം ഖുർആൻ സ്പേസ് വേർഡ് ബൈ വേർഡ്, അല്ലെങ്കിൽ ഖുർആൻ വേർഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി. QURAN ഖുർആൻ സ്പേസ് WORD വേർഡ് എന്ന് സെർച്ച് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ കാണാൻ പറ്റും. അൽ ഖുർആൻ തഫ്സീർ ആൻഡ് ബൈ വേർഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അൽ ഖുർആൻ തഫ്സീർ ബൈ വേർഡ് എന്നാണ് വരിക. ഒരു പച്ച കളറിൽ ഐക്കണാണുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഗ്രീൻ ടെക് ആപ്പ് ഫൗണ്ടേഷൻ എന്ന് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഖുർആൻ ഓതാൻ പറ്റും. ഒന്ന് നമ്മൾ സാധാരണ രൂപത്തിൽ ഖുർആൻ ഓരോ പേജായിട്ടുള്ള രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് പിന്നെ ഓതാൻ പറ്റും. നമുക്ക് അങ്ങനെ നീക്കിയിട്ട് പോകാം, വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ ഇതിൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഒരു രണ്ടാമത്തെ രൂപം കാണാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഓരോ വാക്കർത്ഥം ലൈൻ മീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ നോക്കാം, അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായ ട്രാൻസ്ലേഷൻസ്, മലയാളം മാത്രമല്ല മലയാളം ഇംഗ്ലീഷ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. വ്യത്യസ്തമായ തഫ്സീറുകൾ, അതുപോലെ മലയാളത്തിലുള്ള തഫ്സീറുകളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ട്രാൻസ്ലേഷൻ സെലക്ട് ചെയ്യാം. ട്രാൻസ്ലേഷൻ സെലക്ട് ചെയ്താൽ നമുക്കിവിടെ പല ഭാഷയിലുള്ളതുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, മലയാളം അബ്ദുൽ ഹമീദ് പറപ്പൂർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ബേസിക്കലി നമ്മൾ മദീനത്തു നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള ഖുർആൻ തഫ്സീർ എന്നൊക്കെ വരുന്ന ആ ഒരു മലയാളം ടെക്സ്റ്റാണല്ലോ ഉണ്ടാവുക. മലയാളം അബ്ദുൽ ഹമീദ് /പറപ്പൂർ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മലയാളത്തിലുള്ള പിന്നെ ട്രാൻസ്ലേഷൻ കിട്ടും എന്നുള്ളതാണ്. പിന്നെ നമുക്കതിൽ തഫ്സീർ ഉണ്ട്, വേർഡ് ബൈ വേർഡ് അറബിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് ടിക്ക് ഒഴിവാക്കി അതൊക്കെ എന്ത് ചെയ്യും പോകും. ഇവിടെ അറബിക്ക് മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അറബിക്ക് മാത്രം കിട്ടും. അതിൻ്റെ കൂടെ സെറ്റിങ്സ് കിട്ടണമെങ്കിൽ ഇത്രയുള്ളൂ. മുകളിൽ മേലുള്ള ഒരു ഐക്കൺ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിലേക്ക് നേരെ പോകാം. കൂടുതൽ അകത്തേക്ക് പോകാനൊന്നുമില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ വേർഡ് ബൈ വേർഡ് കൊടുത്തു, ട്രാൻസ്ലേഷനും കൊടുത്തു, രണ്ടും ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അപ്പോൾ അവിടെ ലൈൻ മീനിങ് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ വാക്കിൻ്റെ അർത്ഥം കാണാൻ പറ്റും. നാമത്തിൽ, ബിസ്മി നാമത്തിൽ, അള്ളാഹു അള്ളാഹുവിൻ്റെ, അർ റഹ്മാൻ പരമകാരുണികൻ, അർ റഹീം കരുണാനിധി, ഇങ്ങനെ കാണാൻ പറ്റും. ഇത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ബേസിക്കലി നമ്മുടെ ടെക്നിക്കൽ ടീം ഉണ്ടാക്കിയതൊന്നല്ല, പക്ഷേ അതിൻ്റെ ഒരു പിന്നെ ഉപയോഗിക്കാനുള്ളൊരു സൗകര്യം വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ വായിച്ചിട്ട് പോകാം, അർത്ഥവും വാക്കർത്ഥമൊക്കെ അതിൻ്റെ കൂടെ പഠിച്ചിട്ട് പോകാം. അതുപോലെ ഒരു വാക്ക് നമ്മൾ ക്ലിക്ക് ചെയ്താൽ, ഇപ്പോൾ ബിസ്മി നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ റൂട്ട് വേർഡ് കാണിക്കും. അറബിയിൽ അതിൻ്റെ റൂട്ട് വേർഡ് കാണിക്കും. ഇസ്മ എന്നുള്ള വാക്കാണ്, അതിൻ്റെ സമൂഹം എന്നുള്ള റൂട്ട് വേർഡ് കാണിക്കുന്നുണ്ട്. ഇനി അതുപോലെ ഇത് എവിടെയൊക്കെ ഖുർആനിൽ യൂസ് ചെയ്തിട്ടുണ്ടോ അതും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാക്ക് ഖുർആനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അതിൻ്റെ ഒന്നുകൂടി ഇപ്പോൾ 36 തവണ വന്നിട്ടുണ്ടെന്ന് കാണിക്കും. അപ്പോൾ അത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ അറബിക്ക് എടുത്തു. അപ്പോൾ ഒരു വേർഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഇസ്മ എന്നുള്ള ഈ വാക്ക് എത്ര പ്രാവശ്യം ഉപയോഗിച്ചെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാം 36 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണയോടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ താഴേക്ക് നിൽക്കാനും കാണാൻ പറ്റും. ഇങ്ങനെ ചില ഓപ്ഷൻസൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതിലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ട്. അപ്പോൾ പ്ലേ ബട്ടൻ്റെ പ്രത്യേകത താഴെയിട്ട് പ്ലേ ഓഡിയോ എന്നുള്ള ബട്ടനാണുള്ളത്. അപ്പോൾ ഈ പ്ലേ ഓഡിയോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓത്തിങ്ങനെ കേട്ടിട്ട് അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക് അതിങ്ങനെ താഴേക്ക് പോകും. നമ്മൾ നീക്കേണ്ട ആവശ്യമില്ല, ഓത്തിൻ്റെ കൂടെ താഴേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ നമുക്കവിടെ വ്യത്യസ്തമായ കാര്യങ്ങളുടെ പാരായണം കിട്ടുന്നുള്ളതാണ് വേറെ പ്രത്യേകത. അപ്പം മിഷാരി അൽഫാസി എന്നുള്ള റിസൈറ്റർ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് അബ്ദുൽ അസീസ് സഹറാനി, കുറേ പിന്നെ ലോകത്തിൽ പ്രധാനികളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ പാരായണം ഇവിടെ കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൽ വ്യത്യസ്ത കാറ്റഗറി കാണാൻ പറ്റും. മുവജ്ജിദ്, മുറത്തൽ, അതുപോലെ ട്രാൻസ്ലേഷൻ ആയിട്ടുള്ളതുണ്ട്. ഇംഗ്ലീഷ് പിന്നെ അറബി മിക്സ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓഡിയോസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഒരുപാട് സൗകര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. അതിൽ നമ്മൾ സെലക്ട് ചെയ്യുക ഏതായത്ത് മുതൽ തുടങ്ങണം, ഏതായത്ത് വരെ പാരായണം ചെയ്യണം. അപ്പോൾ ഫാത്തിഹ 1 മുതൽ 7 വരെ നമുക്ക് പിന്നെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലേ അടിച്ചാൽ പ്ലേ ആയിട്ട് ഇങ്ങനെ വരും. നമുക്കിതിൽ വേറെ ഓപ്ഷൻ ഉള്ളത്, ഇപ്പോൾ പഠിക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം, ഒരേ ആയത്ത് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് മൊത്തത്തിൽ 1 മുതൽ 7 വരെയുള്ള ആയത്തുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ എന്ത് ചെയ്യുക, നമുക്കിവിടെ കൊടുക്കാം. റിപ്പീറ്റ് സെലക്ഷൻ 1 തവണ, 3 തവണ, 5 തവണ കൊടുത്ത് എന്ത് ചെയ്യുക, അത്ര തവണ ഓരോ ആയത്തും ഇങ്ങനെ റിപ്പീറ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. അത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
അങ്ങനെ പിന്നെ പാരായണം വരും, അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക് താഴേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. നമുക്കിവിടെ പോസ് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പാരായണം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ബട്ടൺ താഴെ ഉണ്ട്, അത് കൊടുക്കാം. അപ്പം വളരെ ലളിതമായിട്ട് തോന്നിയിട്ടുണ്ട് പൊതുവെ അത് ഉപയോഗിക്കാൻ. ഖുർആൻ സ്ഥിരമായി പഠിക്കുന്നവർക്കും നമുക്ക് ഓതാനൊക്കെ വളരെ ഉപകാരമുള്ളൊരു ആപ്ലിക്കേഷൻ തോന്നിയിട്ടുണ്ട്. വേറെയും ആപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷേ അതിലൊക്കെ ചിലപ്പോൾ ട്രാൻസ്ലേഷൻ ഉണ്ടാവില്ല, ചിലതിൽ പാരായണം ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളുടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഖുർആൻ പാരായണം ഉണ്ട്, അർത്ഥമുണ്ട്, അതുപോലെ തഫ്സീറുണ്ട്. ഇപ്പം ഖുർആൻ തഫ്സീർ, ഇപ്പോൾ അമാനി തഫ്സീറൊക്കെ അതിൽ അവൈലബിൾ ആണ്. നമുക്ക് തഫ്സീർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. മലയാളം ഇപ്പം ഇംഗ്ലീഷ് തഫ്സീർ ഇബ്നു കസീർ ഉണ്ട്, മലയാളം നമുക്ക് തഫ്സീർ അമാനി തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അമാനി തഫ്സീർ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അമാനി തഫ്സീറുള്ള തഫ്സീറും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെയ്യും. അപ്പോൾ അതിനിവിടെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തഫ്സീർ വായിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തഫ്സീർ എന്നാൽ ടിക്ക് ഓൺ ആക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം എന്ത് ഓൺ ആക്കുക, എല്ലാ സമയത്ത് എന്ത് ചെയ്യുക, സാധാ പാരായണം നമുക്ക് എന്ത് ചെയ്യുക, അറബിക്ക് മാത്രം ചൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എന്ത് ചെയ്യാം, പിന്നെ ഓപ്ഷൻ എടുക്കാം. അതുപോലെ അപ്പോൾ നമുക്ക് തഫ്സീറോടെ അങ്ങനെ കാണാൻ പറ്റും, അമാനി തഫ്സീർ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഫോണ്ടിൻ്റെ സൈസൊക്കെ മാറ്റാം. ഇപ്പം കാഴ്ചക്ക് ചിലപ്പം നമ്മളെ കണ്ണിൻ്റെ ഇതനുസരിച്ച് നമുക്ക് വേണ്ട സൈസിലേക്ക് എന്ത് ചെയ്യാം, അറബിൻ്റെ ഫോണ്ട് കൂട്ടാൻ കുറക്കാം. അതുപോലെ ട്രാൻസ്ലേഷൻ്റെ ഫോണ്ടിൻ്റെ സൈസ് എന്ത് ചെയ്യാം, അക്ഷരങ്ങളുടെ സൈസ് കൂട്ടാനും കുറക്കാനൊക്കെ ഇതിൽ എന്തുണ്ട്, ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെഷൻ IT ജാലകം ക്ലോസ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.